എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും പെയ്യുമ്പോൾ ഇവിടെ മഴ പെയ്യാറില്ല. ഞങ്ങളുടെ ഒരു ഏരിയയിൽ എന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഇന്നോട്ടൊക്കെ ഇത്തിരി മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. ചൂടിന് അത്രയ്ക്ക് ചൂടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമ്മുടെ ബീട്രൂട്ടിൻ്റെയൊക്കെ വിളവെടുക്കണം. ഇതിൻ്റെ ഒപ്പം നട്ടിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് സത്യം പറഞ്ഞാൽ സമയത്തിന് വിളവെടുക്കാതെ കുറേയൊക്കെ നശിച്ചു പോയി. അപ്പോൾ അതേ വിളവെടുത്തത് നിങ്ങളെ കാണിക്കാനും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഏതായാലും നമുക്കിന്ന് അതിൻ്റെ വിളവെടുക്കണം. കാരണം അത് നട്ടിട്ട് തന്നെ ഒരു 4 മാസത്തിൽ കൂടുതലായി. 3 മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടതാണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും കുറച്ചൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റിൽ ഞാൻ കുറച്ച് മൾബറി ഫസ്റ്റിൽ എടുക്കുകയാണേ. മൾബറിയൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഞാൻ ടെറസിലോട്ട് കയറിയില്ല. അപ്പോഴേക്കും ഇന്ന് വന്ന് നോക്കിയപ്പോൾ എല്ലാം പഴുത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ അത്തിപ്പഴം അങ്ങനെ തന്നെയാണ്, അതിലും പഴുത്ത് നിൽപ്പുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ എടുത്തായിരുന്നേ. ഇപ്പോൾ ഇതിപ്പോൾ എത്ര ഒരു 6-7 നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇളകി വരികയാണ്, അത്രയ്ക്ക് പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് 3 കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്, അതിൽ നിന്നും ഞാൻ കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ അമ്പഴം ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പാകമായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ നട്ടത്, അപ്പോൾ ഫസ്റ്റിലെ വിളവെടുപ്പാണത്. ഏതായാലും എടുത്ത് നോക്കാം, കാരണം കുറേ നാൾ കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഉപയോഗിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഈ കുറച്ച് 2-3 കൂടെ ഇതിൽ നിന്നും കൂടെ എടുക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരുവെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതുവരെ ഇത് കഴിച്ചിട്ടുമില്ല. ഇതിൻ്റെ സംഗതി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് മീനിലൊക്കെ ഇടാൻ നല്ലതാണ്, പിന്നെ ഇതിൻ്റെ മധുരം അമ്പഴം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മധുരമാണോ പുളിയാണോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും നോക്കാം. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ കുക്കുംബർ നട്ടിട്ടുണ്ട്. ഇത് മറ്റേ ഇങ്ങനെ നീണ്ടു വരുന്നില്ലേ കക്കിരി, അതായത് നല്ല നീളമായിരിക്കും ഇതിന്. സാധാരണ സാലഡ് കുക്കുംബർ അല്ല ഇത്. അപ്പോൾ ഏതായാലും ഞാൻ അതിൽ നിന്നും എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇത് നിർത്തിയപ്പോൾ നല്ല നീളം വയ്ക്കും, പക്ഷേ അങ്ങനെ കുറച്ചുകൂടെ നിർത്തിയ ശേഷം കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഈ പിഞ്ചായിട്ടിരിക്കുമ്പോൾ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാനങ്ങ് അടർത്തി എടുക്കുകയാണ്. അപ്പോൾ തറയിൽ ഇതായി കിടക്കുന്നതിനെ എടുത്തിങ്ങനെ ഉയർത്തി വയ്ക്കും, കാരണം പിന്നെ ചീഞ്ഞ് പോകണമെങ്കിലോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചു. 3 ചട്ടികളിലായിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. എന്താ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. നമുക്ക് ഇതിനെ ഞാൻ എടുക്കുകയാണ്. നല്ല രുചിയാണ് പിഞ്ചായിട്ട് കഴിക്കുമ്പോഴേക്കും. ഇത് ഞാൻ ഓൺലൈൻ വഴി വരുത്തിച്ചതിൽ ഉള്ളതാണ്. അതിൽ കിട്ടിയ ഒരു മീഷോയിൽ നിന്ന് കിട്ടിയ ഒരു കുറച്ച് വിത്തുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയാണ്. അതിൽ നിന്ന് കിട്ടിയ തന്നെ ഈ വഴുതനയൊക്കെ കുറേ വഴുതന ഉണ്ടായിരുന്നു. ഒരു 4-5 ഐറ്റം വഴുതന വിത്തുണ്ടായിരുന്നു. വെള്ള, വയലറ്റ്, ഇതുപോലെ ഈ കളറ്, പിന്നെ കത്തിരിക്ക, നമ്മുടെ ഉണ്ട കത്തിരിക്ക, അങ്ങനെ കുറേ. ഈ ഐറ്റം മുളക്, ഇത് നമ്മുടെ ബജി മുളകാണ്. ഞാനിത് അടർത്തി ഇടയ്ക്കിടയ്ക്ക് ബജി ഇടാറുണ്ട്. നല്ല നല്ല ടേസ്റ്റാണ്. ചിലതൊക്കെ ഭയങ്കര എരിയായിരിക്കും. എനിക്കിതിന് മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ച ഭയങ്കര എരിയായിരുന്നു, എനിക്ക് വായിൽ വയ്ക്കാൻ പറ്റാത്ത അങ്ങനത്തെ എരി. അപ്പോൾ പിന്നെ അത് ബജി ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ ബജി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് ബേറാപ്പിളാണേ. ബേറാപ്പിൾ അടക്കാറൊന്നും ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ബേറാപ്പിൾ ഇനിയും കുറച്ചുകൂടെ വളരാനുണ്ട്. പിന്നെ നമ്മുടെ വെള്ള വഴുതനങ്ങ എടുക്കുന്നുണ്ട്. വെള്ള വഴുതനങ്ങ ഇതുപോലെ ചെറുതായി അധികം വലിപ്പമൊന്നും വെക്കാത്തൊരു ഐറ്റമാണ്. പക്ഷേ ഒത്തിരി ഒരു ചെടി തന്നെ ഒത്തിരി കായ്ക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വയലറ്റ് വഴുതനയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 ഐറ്റം കത്തിരിക്കയും വഴുതനങ്ങയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ബീട്രൂട്ട് ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് എടുക്കാം. അധികം വലിയ ബീട്രൂട്ടെന്ന് പറയാനില്ല, എന്നാലും നമ്മൾക്ക് കിട്ടിയല്ലോ, അത് വിത്ത് പാകിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ മീഷോയിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ വിത്തുകളിൽ ഒരു വിത്ത് ഇതായിരുന്നു. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഇത് എടുക്കാതെ അങ്ങനെ നിർത്തിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ചൊക്കെ അഴുകിപ്പോയിട്ടുണ്ട്. സമയത്തിനെടുക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. കണ്ടില്ലേ, എല്ലാത്തിലും പുല്ലൊക്കെ വളർന്ന് അത്രയ്ക്കും ഒരു ശോചനീയ അവസ്ഥയിലാണിതിപ്പോൾ. ഏതായാലും നമുക്ക് കിട്ടിയല്ലോ. അധികം വലിയ വലിപ്പമൊന്നും ഉള്ളതല്ല എങ്കിലും അതൊരു സന്തോഷമുണ്ട് എനിക്ക്. നമുക്കും ഇതൊക്കെ കൃഷി ചെയ്യാം. എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ ഈ ബീട്രൂട്ട് കൃഷിയൊക്കെ ഞാൻ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് കേട്ടോ.
ഗ്രോ ബാഗിലല്ലാതെ ദേണ്ട ഇവിടെയും ഞാൻ 2-3 വിത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ മറ്റേ ഗ്രോ ബാഗിൽ നട്ട് ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ വിത്ത് പാകിയത്. ഇവിടെ ശരിക്കും വലുതായിട്ട് ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ടൈം കഴിഞ്ഞല്ലോ, സീസൺ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ പിന്നെ അതും ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ 2 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് നിർത്തിയിരിക്കേണ്ട. പിന്നെ ഒരു ടൊമാറ്റോ കിട്ടി. ടൊമാറ്റോ എല്ലാം ഇപ്പം തീരാറായി. ഇനി ഒന്നേന്ന് എനിക്ക് നടേണ്ടതുണ്ട്. ഒരുപാട് കിട്ടിയായിരുന്നു. നമുക്ക് തക്കാളിക്ക് ഒരുപാട് കിട്ടി. പിന്നെ ഇതിൻ്റെയൊക്കെ വേണ്ട ഒരു കാന്താരി നിപ്പുണ്ട്. അതിനെ നമുക്ക് വെറുതെ വിടണ്ട. അത് തന്നെ കിളിർത്തയാണ് കേട്ടോ കാന്താരി. ഞാൻ നട്ടതൊന്നും അല്ല. ഇതിൻ്റെ കാന്താരി എടുത്തപ്പോഴാണ് ഞാൻ ഈ വഴുതന കണ്ടത്. ഏതായാലും ഇതുകൂടെ എടുക്കാം. എടുത്തപ്പോൾ വേണ്ട കൊണ്ടയോടുകൂടെ വന്നു. സാരമില്ല. പിന്നെ നമുക്കിതാ ഇത്രയും ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ ദിവസവും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇനി ഇടുന്നുണ്ട്. ക്രാഫ്റ്റ് വീഡിയോസ് കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാരും വിഷമിക്കേണ്ട. ഞാൻ ഉടനെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.